ഹായ് ഷുട്ടുമണീസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഷുട്ടുമണിയാണല്ലോ അല്ലേ ട്രെൻഡിങ്. സോ യാ, എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ദുബായിൽ വന്നിട്ട് എൻ്റെ തേർഡ് ഇൻ്റർവ്യൂ ആണ് ആൻഡ് സെക്കൻഡ് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആണ്. വൈകുന്നേരം 3:30-ക്കാണ് കേട്ടോ ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുള്ളൂ. സോ രാവിലെ തന്നെ ഞാൻ എൻ്റെ കലാപരിപാടികളൊക്കെ ചെയ്യാണ്. സ്കിൻ കെയർ ചെയ്തു, പിന്നെ അലക്കി വിരിച്ചു, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രിപ്പയർ ചെയ്തു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ അത്യാവശ്യം നേരത്തെ റെഡി ആവാമെന്ന് വിചാരിച്ചു. ഒരു 1 മണിയാകുമ്പോൾ പോകാമെന്നുള്ള രീതിക്ക്. അപ്പം ഞാൻ എന്ത് അയണൊക്കെ ചെയ്യാണ്. എന്താണെന്നറിയില്ല, ഞാൻ ഇൻ്റർവ്യൂ കിട്ടും എന്നുള്ള വിചാരത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് എന്ത് ഇൻ്റർവ്യൂ വന്നാലും എനിക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാരണം ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ പെർഫോം ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതും കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഫോർമൽ ലുക്ക്. ആക്ച്വലി ഞാൻ മുടി കിട്ടാൻ കുറേ നേരെടുത്തു. എന്തോ മുടി ഇന്ന് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മണി എന്നുള്ളത് മാറി 1:45 ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്ന് അരമണിക്കൂറുള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ആൻഡ് യാ, നമുക്ക് ഇനി സമയം വൈകാതെ ഇറങ്ങാം. അപ്പം ഞാൻ എന്താ സന്തോഷിച്ച് തുള്ളിച്ചാടി ഇൻ്റർവ്യൂവിന് പോകുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡേറയിലായിരുന്നു ഇൻ്റർവ്യൂ. ഡേറയിൽ തന്നെയായിരുന്നു നസ്രീയുടെ സ്ഥലം. സോ അവൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ CV കുറച്ച് പ്രിൻ്റ് എടുത്ത് അവൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗൈസ്, ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഇരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ അവർ SEO ചോദിച്ചിട്ടുണ്ടായിരുന്നു. SEO എനിക്കറിയില്ലല്ലോ, സോഷ്യൽ മീഡിയ ആഡ്സ് ആണ്. ട്രെയിനിങ് തന്നാൽ പഠിക്കാം എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ട്രെയിനിങ് തരാൻ ആരുമില്ല. സോ അങ്ങനെ അത് പോയി. ആൻഡ് ഞാൻ പോണ വഴിക്ക് തിരിച്ച് വരുന്ന വഴിക്ക് മെട്രോ കയറി ഇറങ്ങി. പക്ഷേ വഴി എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. So tired, so done. അങ്ങനെ പട്ടിക എന്തൊക്കെയോ ആയാലും ഞാൻ തിരിച്ചെത്തി ഗൈസ്. കുറേ വഴി തെറ്റി, അത് വേറെ കാര്യം. അങ്ങനെ മൊത്തത്തിൽ ഷോക്ക് അടിച്ചിട്ട് എനിക്ക് റൂമിലിരിക്കാൻ തോന്നിയില്ല. സോ ഞാൻ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ തന്നെ ഒരു കരക് ചായ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഒരു കരക് ചായയും കുടിച്ചു.